നമ്മൾ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. നമ്മൾ ആദ്യം ബോർഡിംഗ് പാസ് കാണിച്ചു, ബാഗ് കൊടുത്തു വിട്ടു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അതെൻ്റെ കൂട്ടുകാരവിടെ ഇനി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ചുമ്മാ ഇപ്പോൾ നമുക്ക് ഇച്ചിരി അധികം സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. 11:35 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 10 ആവുന്നുള്ളൂ. അങ്ങനെ that's our dinner and our chai. Correct? നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കതിൽ ഭയങ്കര റീസണബിൾ റേറ്റ്സിന് റൈഡൊക്കെ ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എയർബിഎൻബിയിലോട്ട് ലൊക്കേഷൻ ഇട്ടിട്ട് ഗ്രാബ് ബുക്ക് ചെയ്തു. ഇവിടുത്തെ സ്ട്രീറ്റ്സ് ആണെങ്കിലും റോഡൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഈ ബ്രിഡ്ജ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളൊക്കെ വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ പറയാം, ഈ ഗ്രാബ് ചേട്ടൻ പറയുന്നുണ്ടാവും നമ്മൾ ഈ ബ്രിഡ്ജൊന്നും കാണാത്ത നാട്ടിൽ നിന്നായിരിക്കും വരുന്നത്. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. റോഡിൻ്റെ സൈഡിലൊക്കെ ഈ പൂക്കളൊക്കെ വെച്ചിട്ടും ഒക്കെ കാണാനായിട്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഡ്രൈവിങ് വരുന്നത്. ഈ ചേട്ടൻ ഭയങ്കര സ്വീറ്റായിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്സ് ആണെങ്കിലും അവരുടെ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഒരു ബാത്റൂം, ഇത് നമ്മുടെ റൂം. ഹായ്. ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് നമ്മുടെ റൂം വരുന്നത്. ഇത് കുറച്ച് ശരിയാണ് ഗൈസ്. എയർബിഎൻബി അവൾ അങ്ങനെയായിരിക്കും. എടി അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അത് ആരുടെ വീടാ. നമ്മളിങ്ങനെയാണ് അകത്തോട്ട് വരിക. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവരെന്തോ നമുക്കൊരു പാസ്വേഡ് കൊടുക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കീ എടുക്കാൻ പറ്റും. നമ്മൾ മാറ്റിയിട്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേയുടെ ലൊക്കേഷൻ. റൂം ക്ലീൻ ചെയ്യുക. അപ്പൊ നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാന്ന് വെച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് റൂം കൊടുക്കും.
അങ്ങനെ നമ്മൾ കുളിച്ച് റെഡിയായി നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലോട്ട് ഗ്രാബ് എടുത്തു. നമ്മൾ ഏജൻസി ത്രൂ അല്ല പോകുന്നത്, നമ്മൾ തന്നെയാണ് ഐറ്റിനറി എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ആ ഈവനിങ് നമുക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു, കാരണം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് വരാൻ വേണ്ടി കുറച്ച് വൈകിയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രി പാസ് എടുക്കണം. 70,000 വിയറ്റ്നാമീസ് ഡോങ് ആണ്. നമ്മുടെ നാട്ടിലൊരു 246 റുപ്പീസൊക്കെ വരും. ഭയങ്കര പീസ്ഫുള്ളാണ് ഈ സ്ഥലം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് 1070s പണിതേക്കുന്ന ഒരു ടെമ്പിളാണ്. ഇവിടെ സ്റ്റുഡൻസൊക്കെ അവരുടെ സ്റ്റഡീസിലൊക്കെ സക്സസ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ വരും. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്ട്രീറ്റ് എത്തി. നമ്മൾ വിചാരിച്ചതിലും നേരത്തെ എത്തി, കാരണം നമ്മൾ ഹോങ്കിമിലേക്ക് കൂടി കഴിഞ്ഞിട്ട് ട്രെയിൻ സ്ട്രീറ്റ് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മൾ ലേറ്റ് ആവുമെന്ന് പേടിച്ച് ഫസ്റ്റ് ട്രെയിൻ സ്ട്രീറ്റ് വന്നു. അപ്പോൾ നമ്മൾ എത്തിയൊരു 50 മിനിറ്റ്സിനുള്ളിൽ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. നമുക്ക് നോർത്ത് എൻട്രൻസും സൗത്ത് എൻട്രൻസും ഉണ്ട്. ാണ് നമ്മൾ കയറിയത്. നമ്മൾ കയറുന്നിടത്ത് തന്നെ കുറേ കഫേ ഓണേഴ്സൊക്കെ ഉണ്ടാവും. അവരുടെ കഫേയിലേക്ക് നമ്മൾ വിളിക്കാൻ വേണ്ടി അവർ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കഫേയിൽ നമുക്ക് കയറണം, അല്ലാതെ നമുക്ക് സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീറ്റൊക്കെ നോക്കി നമുക്കൊരു കഫേ ചൂസ് ചെയ്യാം. അവിടുത്തെ ഫുഡൊക്കെ ആവറേജ് ആയിരിക്കും. പക്ഷെ നമ്മൾ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഓർഡർ ചെയ്തിരിക്കണം, അല്ലാതെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സും പിന്നെ ഫ്രൈസൊക്കെ ഓർഡർ ചെയ്തിരുന്നു. നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു ട്രെയിനാണ് കിട്ടി. വീഡിയോസിലൊക്കെ കാണുന്ന വിഷമന്ന് പോകുന്ന ട്രെയിൻ കിട്ടിയില്ലായിരുന്നു. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് നമ്മുടെ ഡ്രിങ്ക്സും ഫ്രൈസൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നമ്മളവിടെ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു.